തജ്വീദ് പഠനത്തിൻ്റെ കൂടെ ഖത്മുൽ ഖുർആൻ്റെ 107ാമത്തെ ക്ലാസ് സൂറത്ത് ഹൂദ് 11ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير. إلا الذين നമുക്ക് പരിചയമുള്ള പദമാണ്. നമ്മൾ എപ്പോഴും ഓതുന്ന ആളുകളായതുകൊണ്ട് തന്നെ ചില പദങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഓതിയത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അത് നമ്മൾ ചിലപ്പോൾ അത് പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ ആളുകളൊക്കെ സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ പാരായണത്തിൽ വരുന്ന പിഴവുകൾ മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും നമുക്കൊക്കെ ധാരാളമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മുമ്പുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ താഴെയുള്ള നമ്പറിലൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ അയക്കുന്ന മെസ്സേജുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജായിട്ട് ഫോണിലേക്ക് ലഭിക്കാൻ അതൊക്കെ നമ്മൾ കാരണമാകും. അതൊക്കെ ഒന്ന് അതിൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരു ക്ലാസ് കൊണ്ട് ഉപകാരമാവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇല്ല എന്നാണുള്ളത്. ഇല്ല പിന്നെ ഉള്ളത് മക്കൾക്ക് ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് രക്ഷിതാക്കൾക്കുള്ള മുതിർന്ന ആളുകൾക്കുള്ള ക്ലാസ്സാണ്. നമ്മൾ മനസ്സിലാക്കി കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കൈവച്ചുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇല്ല കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫുണ്ട്, ഹംസത്തുൽ വസ്ലി എന്നാണ് പറയുക. ഹംസയാണ് അലിഫ്. അപ്പോൾ അത് ആ ചിഹ്നമുള്ള അതിൻ്റെ മുകളിൽ ഒരു ചിഹ്നമുണ്ടല്ലോ, സ്വാദിൻ്റെ ഒരു ചിഹ്നം. സ്വാദ് മുറിച്ച് ആ താഴോട്ടുള്ള ചിഹ്നമില്ലാതെ ബാക്കി ഉള്ള ഒരു ചിഹ്നമാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ല് എന്ന അടയാളത്തിലാണ് ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. അപ്പോൾ പിന്നെ അടുത്ത അക്ഷരം ലാമാണ്. ലാമിന് ഫത്ഹാണ്, ഷദ്ദുണ്ട്. ഷദ്ദോ സുക്കൂനോ വന്നാൽ ഇല്ല എന്ന് നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാൻ അലിഫാണ്, അല്ലെങ്കിൽ യാ വരാം, അല്ലെങ്കിൽ വാ വരാം. ഇവിടെ അലിഫാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദ് വന്നാൽ പിന്നെ നീട്ടുകയില്ല. അല്ലെങ്കിൽ ഷദ്ദ് ആവണമെന്നില്ല, സുക്കൂനായാലും മതി. തൊട്ടു ശേഷമുള്ള ഉച്ചരിക്കുന്ന അക്ഷരം അതിന് സുക്കൂനാണെങ്കിൽ അല്ലെങ്കിൽ ഷദ്ദാണെങ്കിൽ അവിടെ ഇല്ലാന്ന് വായിക്കൂല, ഇല്ലല്ലദീന വായിക്കൂല, ഇല്ലല്ലദീന സബറു വഅമിലുസ് സ്വാലിഹാത്ത്. ഇവിടെ കണ്ടില്ലേ, വഅമിലുസ് സ്വാലിഹാത്ത് എന്നാണുള്ളത്. ലാമിൻ്റെ ശേഷം വാവ നീട്ടാനുണ്ട്. അതിന് ശേഷമുള്ളത് ഒരു അലിഫ്, അതിന് ശേഷമുള്ളത് ഒരു ഹംസത്തുൽ വസ്ല്. ഈ അലിഫിൻ്റെ മുകളിൽ ഈ 0 മാർക്ക് അത് ഉച്ചരിക്കൂല. ഹംസത്തുൽ വസ്ല് അതും ഉച്ചരിക്കൂല ചേർത്തി വായിക്കുമ്പോൾ. അതിന് മുമ്പ് ഒരു വാവുണ്ട്, വഅമിലു. അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലദീന സബറു വഅമിലു നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നിർത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. തൻവീൻ ഫത്ഹ ആണെങ്കിൽ അവിടെയും നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഹാത്ത ആണെങ്കിൽ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് മാറ്റുകയും ചെയ്യണം. ബാക്കിയുള്ളിടത്തൊക്കെ നിർത്തുന്ന ഏത് പദത്തിലാണോ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നത് അവിടെയൊക്കെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. ഇവിടെ ഇല്ലല്ലദീൻ
നിർത്തുമ്പോഴും ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുത്തു, തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ നീട്ടുന്നതിന് പേരാണ് മദ് ആരിദ്. ഇത് തുടക്കത്തിൽ പറയുകയാണ്. നമ്മൾ ഏതൊരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മളൊന്നും പറഞ്ഞു പോകില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് പറയുന്നു എന്ന് മാത്രം. ഇല്ലല്ലദീൻ, നൂനിന് സുക്കൂൻ, ഇല്ലല്ലദീന എന്നാണുള്ളത്. ശരിക്ക് കൂട്ടി വായിക്കുമ്പോൾ ഇല്ലല്ലദീന സ്വബറു, കണ്ടില്ലേ, ഇല്ലല്ലദീന. അപ്പോൾ സാധാരണ ഒരു നീട്ടലേ വരുള്ളൂ. നേരെ മറിച്ച് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലദീൻ, നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് അവിടെ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ നീട്ടുന്നതിൻ്റെ പേരാണ് പുതിയൊരു മദ് അല്ലേ ഉണ്ടാവുക. നിർത്തുമ്പോൾ പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. അതിൻ്റെ പേരാണ് മദ് ലീന്. നീട്ടാനുള്ള അക്ഷരം യാ ആകാം, വാവാകാം, അലിഫാകാം. ഇല്ലല്ലദീൻ നിർത്തുന്നില്ല എങ്കിൽ ഇല്ലല്ലദീന സ്വബറു, അവിടെയാണ് നിർത്തുന്നതെങ്കിൽ അപ്പോൾ അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഇല്ലല്ലദീന സ്വബറു വഅമിലു, ഇവിടെ ഒന്നും ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിർത്തിയാൽ നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ഓതാൻ കഴിയൂല. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നിർത്തേണ്ടി വരും. നിർത്തുമ്പോൾ നിർത്തേണ്ട നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വഅമിലു എന്നാണുള്ളത്. കൂട്ടി വായിക്കുമ്പോൾ വഅമിലു സ്വാലിഹാതി ഉലൈക ലഹും മഗ്ഫിറതു വഅജ്റുൻ കബീർ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അവസാനം കബീർ, നക്കീർ, നദീർ, ബഷീർ അല്ലേ, നമ്മൾ ഒരേപോലെയുള്ള ഇങ്ങനെയുള്ള അവസാനം റ ആയിരിക്കണം, തൊട്ടുമുമ്പ് നീട്ടാനുള്ള യാ ആയിരിക്കണം, അതിന് മുമ്പ് കസർ ആയിരിക്കണം. ഇതുപോലെയുള്ള നമ്മൾ എന്താ ഒരു ഇംഗ്ലീഷിലൊക്കെ പറയല്ലേ റൈമിംഗ് വേർഡ്സ് എന്നോ അല്ലേ, ഇതുപോലെയുള്ള പദങ്ങൾ അവസാനം റ ആയിരിക്കണം. റായിന് മാത്രമാണ്. അപ്പോൾ റായിനെ തെർക്കീക്കാക്കിയാണ് ഓതാൻ ഇവിടെ നല്ലത്. അപ്പോൾ വഅജ്റുൻ കബീർ എന്ന് പറയുന്നതിന് പകരം കബീർ. ഒന്നുകൂടെ, ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സ്വാലിഹാതി ഉലൈക ലഹും മഗ്ഫിറതു വഅജ്റുൻ കബീർ. ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് ആദ്യം ഒരു വട്ടം ഇങ്ങനെ ഓതും, പിന്നെയും ഓതും. ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യമായിട്ട് ഓതും. ഇങ്ങനെ 3 പ്രാവശ്യം ഓതിയിട്ട് ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. ക്ലാസ് എന്ന് തീർന്നാലും ആ രൂപത്തിൽ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് മുതൽ തുടക്കം മുതൽ തന്നെ ക്ലാസ് ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുക, നമ്പർ 1 സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, കാണുക. ഞാനിത് കിട്ടിയ പ്രത്യേകിച്ച് മുതിർന്ന ആളുകളൊക്കെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് വാട്സപ്പിലൊക്കെ ഒന്ന് ചെയ്താൽ, അറിയാത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മിസ്സായ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ ചോദിച്ചാൽ മതി. ആ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. فَلَعَلَّكَ تَارِكٌ بَعْضَ مَا يُوحَى إِلَيْكَ فَلَعَلَّكَ تَارِكٌ بَعْضَ مَا يُوحَى إِلَيْكَ وَضَائِقٌ بِهِ. ഇവിടെ ഒരു മീം കണ്ടില്ല, മീമിൻ്റെ വാല് താഴോട്ട് പോയി. അവിടെ തെൻവീനാണ് ഉണ്ടായിരുന്നത്. തെൻവീൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ നിയമങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നൂന് അല്ലെങ്കിൽ തെൻവീന്. ഇവിടെ എന്താണ്, വളായിഖുൻ എന്ന തെൻവീനാണ് ഉണ്ടായിരുന്നത്. തെൻവീന് ശേഷം ബ വന്നതുകൊണ്ട് നൂനാണെങ്കിലും ആ നൂനിൻ്റെ സ്ഥാനത്ത് ഒരു മീമിനെ കൊണ്ടുവരണം. ശേഷമുള്ളത് ബ ആണെങ്കിൽ ഇവിടെ താരിക്കും അവിടെയുണ്ടല്ലോ, ഫലഅല്ലക താരിക്കും ബഅദ മാ യൂഹാ ഇലൈക. തൻവീനിൻ്റെ ശേഷം നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ തൻവീനിൻ്റെ നിയമം രണ്ടും ഒന്ന് തന്നെയാണ്. ശേഷമുള്ളത് ബ ആണെങ്കിൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരിക. താരിക്കുൻ എന്ന് പറയുന്നവന് താരിക്കും മീമാകും. അപ്പം മീമ് വന്നാൽ പിന്നെ മീമിൻ്റെ നിയമം മറച്ച് മണിക്കുക എന്നുള്ളതാണ്.
നൂനിൻ്റെ ശേഷം ലാമോ റ ആണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. നൂനിനെ അല്ലെങ്കിൽ തൻവീനെ നേരെ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ താരിക്കുൻ എന്ന് പറഞ്ഞാൽ ബ ആയതുകൊണ്ട് താരിക്കും മീമാക്കി മാറ്റാം. ഇനി താരിക്കുൻ എന്നതിന് ശേഷം ലാമോ റ ആണെങ്കിൽ താരിക്കുറ, താരിക്കുല്ല. അവിടെ നേരെ എന്ത് ചെയ്യണം? മണിക്കൊന്നും ചെയ്യണ്ട. താരിക്കുല്ല. ഉദാഹരണം പറയാണ്. താരിക്കുല്ല, താരിക്കുറ. വേറെ ഒന്നും ചെയ്യണ്ട, നേരെ കൂട്ടി യോജിപ്പിക്കുക. ലാമോ റ ആണെങ്കിൽ അതിന് ഇദ്ഗാമും ബിലാഹുന്ന എന്ന് പറയാം. കൂട്ടി യോജിപ്പിക്കുകയും മണിക്കാതിരിക്കുകയും ചെയ്യാം. നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക എന്നർത്ഥം. ഇനി താരിക്കുൻ എന്നതിന് ശേഷം നൗമി, നൂന് വാവ് മീമി യ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. താരിക്കുയ്യ, താരിക്കുയ്യ. ഇദ്ഗാമും, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക. ഇദ്ഗാമും ബിഗുന്ന. നൗമി, നൂന് വാവ് മീമി യ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുകയും ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുകയും ചെയ്യാം. താരിക്കുയ്യ, അവിടെ ഒരു മണിക്ക. ഞാൻ മീമാണെങ്കിൽ താരിക്കും, താരിക്കും, താരിക്കുന്ന, താരിക്കുവ, താരിക്കുവ. വാവാണെങ്കിൽ നൗമി, നൂന് വാവ് മീമി യ. അപ്പോ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ. താരിക്കുൻ എന്ന ആ തൻവീൻ അല്ലെങ്കിൽ ആ തൻവീന് ശേഷം നൗമി, നൂന് വാവ് മീമി എന്നീ അക്ഷരങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? താരിക്കുയ്യ. കൂട്ടി യോജിപ്പിച്ചാൽ അടുത്ത അക്ഷരമാണ് കട്ടി കൂടുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എന്തുണ്ടാവില്ല? താരിക്കുൻ യ എന്ന് പറയുന്നത് നേരെ കൂട്ടി യോജിപ്പിക്കുക. താരിക്കുയ്യ, താരിക്കുന്ന, താരിക്കുമ്മ. ഉദാഹരണം പറഞ്ഞതാണ്. ഇനി താരിക്കുൻ എന്ന തൻവീന്റെ ശേഷം ഹംസ, ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് ഹംസ. ഹംസ, ഹ, ഹ, ഖ, ഐന്, ളൈന് ഈ 6 അക്ഷരങ്ങൾ ഏത് വന്നാലും ഈ താരിക്കുൻ എന്നതിന് ശേഷം ഹംസയാണ്. ആ എന്നാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഹ എന്നാണ്, അല്ലെങ്കിൽ ഹ, അല്ലെങ്കിൽ അ, അല്ലെങ്കിൽ ഓ, അല്ലെങ്കിൽ ഹ, ഹ, ഇതിൽ ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും ഈ നൂന് വെളിവാക്കണം. ഉദാഹരണത്തിന് താരിക്കുൻ അ, താരിക്കുൻ കുൻ, താരിക്കുൻ അ, താരിക്കുൻ ഹ, താരിക്കുൻ ഹ, താരിക്കുൻ ഹ, താരിക്കുൻ ഓ. അപ്പോൾ നൂന് അല്ലെങ്കിൽ തൻവീൻ വ്യക്തമാക്കി പറയുക. ഇനി ശേഷമുള്ളത് ഇഖ്ഫായിൻ്റെ ബാക്കിയുള്ള അക്ഷരങ്ങൾ. ഇപ്പം മൊത്തം 13 അക്ഷര പറഞ്ഞത്. ബാക്കിയുള്ള 28 അക്ഷരത്തിൽ 13 അക്ഷരം പോയാൽ ബാക്കി 15 അക്ഷരം ഉണ്ടാകും. 15 അക്ഷരവും ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഉദാഹരണത്തിന് ഫ എന്നാണെങ്കിൽ താരിക്കും ഫ, താരിക്കും, താരിക്കും ത, താരിക്കും സ, താരിക്കും സ. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കോ ചെയ്തോ? ഇല്ല. ഒഴിവാക്കിയോ? അതും ചെയ്തില്ല. പിന്നെ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് താരിക്കുൻ, താരിക്കുൻ, താരിക്കുൻ എന്ന് പറയാതെ നാവിൻ്റെ തലഭാഗം താരിക്കുൻ എന്ന് പറയുമ്പോൾ മേലേ ഭാഗത്താണ് തട്ടുക. അതാണ് ഇഖ്ഫാ, അല്ല അതാണ് ഇൽഹാർ. അപ്പോൾ വെളിവാകും. വെളിവാക്കാതെ അതിൻ്റെ നേരെ അടുത്ത് തട്ടാത്ത രൂപത്തിൽ നാവ് പോവുക. എന്നിട്ട് പറയാം. താരിക്കുൻ എന്ന് പറയുമ്പോൾ നൂന് എവിടെയാണ്? നൂന് പറയുമ്പോൾ അവിടെ നാവ് വെച്ച് നോക്കി. താരിക്കുൻ മേലേ ഭാഗത്ത് തട്ടുന്നുണ്ടോ? അപ്പൊ തട്ടിയാൽ നൂന് വെളിവായി. അതാണ് ഇൽഹാർ. ശേഷമുള്ള അക്ഷരം ഇഖ്ഫായിൻ്റെ അക്ഷരമായതുകൊണ്ട് തട്ടാൻ പാടില്ല. നേരെ അടുത്ത് പോയി നിൽക്കുക. എന്നിട്ട് പറയാം താരിക്കും സ. ഉദാഹരണം പറഞ്ഞതാണ് അക്ഷരം. ഖുർആനിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടത്. പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പിന്നെ രൂപം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പം നൂനിൻ്റെ നിയമങ്ങൾ മാത്രം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ വേറെ വിഷയമൊന്നും പറയുന്നില്ല. മറ്റു ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയം വന്നത് എന്നുള്ളത് ഇനി പിന്നെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയിൽ വെച്ച് പറയും. അപ്പോൾ നമ്മളെ ചാർട്ടിലേക്ക്
നമ്മൾ ചാർട്ട് ഓർമ്മ ഉണ്ടാകണം, അല്ലെങ്കിൽ വേക്കടിച്ചാൽ മതി. ആ ചാർട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ചാർട്ട് കാണിക്കുന്ന മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, എത്രാമത്തെ മിനിറ്റിലാണ് ചാർട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബേക്കടിക്കുക. നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക, തുടർന്ന് കേൾക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു വൃത്തിയുള്ള നോട്ടിൽ ഒരു ഭാഗത്ത് എഴുതി വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഓതുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓതി പഠിക്കുക. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനഃപ്പാടമാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റിലായിട്ട് ചോദിക്കാം, വാട്സപ്പിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒഴിവിനനുസരിച്ച് റീപ്ലൈ നൽകുന്നതായിരിക്കും. നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിലുള്ള എല്ലാവിധ ഹെൽപ്പുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മുതിർന്ന ആളുകളൊക്കെ ഒരു കാരണവശാലും, ഇപ്പോഴും നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും മടി കാണിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരുമായ ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും പഠിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പഠിച്ച ആളുകളും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കുക എന്ന ഉദ്ദേശത്തിൽ അപ്പോൾ അങ്ങനെ ചേർന്നതാണ്. നമ്മളൊക്കെ, ഞാനായാലും നമ്മളൊക്കെ പഠിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. യാതൊരു മടിയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളാരും പരസ്പരം ഒരുപാട് നമ്മളെ ജില്ലയിൽ മാത്രമല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ, ലക്ഷദ്വീപ്, അന്തമാൻ, കർണാടക, അതുപോലെ തന്നെ നമ്മളൊക്കെ നാട്ടിലുള്ള ഗൾഫിലുള്ള ആളുകൾ പലരും ക്ലാസ് കേൾക്കുന്നുണ്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരായ ആളുകളുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം, ഇന്നലെ അടക്കം പലരും ഞാൻ എങ്ങനെ ഇപ്പോൾ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ചോദിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നപ്പം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മളെ പാരായണവുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. പക്ഷേ അത് കൂടുതൽ വിഷയം പറയുന്നില്ല. അപ്പോൾ ഈ വിഷയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി ഒന്നും വേണ്ട, തിരിയാത്ത അങ്ങനത്തെ ഒരു സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഓതുമ്പോൾ എന്ത് ചെയ്യുക, കൂടെ നമുക്ക് എന്ത് ചെയ്യുക, എങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. അതിന് പറ്റിയ ഓതിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ വേറെയുണ്ട്, നിലവിൽ തന്നെ വേറെയുണ്ട്. അപ്പം നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഇത് 107ാമത്തെ ക്ലാസ്സാണ്. മറ്റേത് കുറഞ്ഞ ക്ലാസ്സുകളായിട്ടുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, പാരായണം മാത്രമായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു ക്ലാസ്സാണെന്ന് തോന്നിപ്പോണ്ട. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. فلعلك تارك بعض ما يوحى إليك وضائق به. അവിടെ തൻവീന് ശേഷം ഭാവൊന്നും എന്ത് ചെയ്യണം, അവിടെ മീമാക്കി മാറ്റണം. وضائق به صدرك أن يقولوا. നൂനിന്റെ ശേഷം യാ വന്നു. എന്താണ് നിയമം? ഇദ്ഗാമും ബിഗുന്ന. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, കമന്റിലായിട്ട് എന്ത് ചെയ്യുക, അറിയിക്കുക. ചിലപ്പം ഞാനത് നോക്കും, ചിലപ്പോൾ നോക്കൂല, ചിലപ്പോൾ ലൈക്ക് ചെയ്യും. നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നൊക്കെ ഏകദേശം നിങ്ങളെ കമൻറ്റുകളൊക്കെ നോക്കാറുണ്ട്. കമൻറ്റ് വിടണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വിടുമ്പോൾ അപ്പോൾ അത് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. നമ്മൾ ഒരട്ടം വായിച്ചതും നമ്മളെന്ത് ചെയ്യുക, മനസ്സിലാക്കിയ സംഗതി ഒന്ന് എഴുതി വെക്കുന്നു, രണ്ടും തമ്മിൽ മാറ്റമുണ്ടാവും. കാലകാലം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനൊക്കെ കാരണമാകും. ഇവിടെ നൂന് വന്നു. നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനായിരിക്കണം. അത് സുക്കൂന്റെ ചിഹ്നം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇവിടെ നൂനിന്റെ ശേഷം സ വന്നു അല്ലേ? ഏതാണ് സ? ഏതെങ്കിലും പെട്ട നമ്മൾ ആ ചാർട്ട് മുകളിലുള്ള ഇഖ്തിലാബിന്റെ അക്ഷരമാണ്, അല്ല ബ ആണ് ഇഖ്തിലാബിന്റെ. ഇദ്ഗാമു ബിലാ ഗുന്നയുടെ അക്ഷരം ലാമു റാവുമാണ്. ഇദ്ഗാമു ബി ഗുന്ന അവിടെ അക്ഷരം നൗമിയാണ്, നൂന് വാവ് മീമിയ. ഇദ്ഹാറിന്റെ അക്ഷരം ഹംസ ഹ ഐന് ഗൈന്. ബാക്കിയുള്ള 15 അക്ഷരത്തിൽ പെട്ടതാണ് ഇതാ അല്ലേ? അപ്പം എന്ത് ചെയ്യണം, ഒഴിവാക്കുകയും
വെളിവാക്കുകയും ചെയ്യാത്ത രൂപത്തിൽ ഉൻസില എന്ന് പറയരുത്, ഉസില എന്നും പറയൂല. ഉൻസില അലൈഹി കൻസുൻ കൻസുൻ ഉൻസില അലൈഹി കൻസുൻ ഔ ജാഅ മഅഹു മലക്. അവിടെ ഇഖ്ഫാണ്, നൂന്റെ ശേഷം വന്നു. അവിടെ കൻസുൻ സുൻ, അവിടെ ഒരു തൻവീൻ വന്നു. തൻവീന് ശേഷം ആ എന്നുള്ളതാണ്, ഹംസയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? വെളിവാക്കണം. കൻസുൻ ഔ കൻസുൻ സുൻ, തൻവീന് ശേഷം ആ വന്നു. അവിടെ എന്ത് ചെയ്യണം? തൻവീന് വെളിവാക്കണം. കൻസുൻ ആ എന്നുള്ള എന്താണ്? ഹംസ എന്ന് പറഞ്ഞല്ലോ, ഇളാറിന്റെ അക്ഷരമാണ്. സംഗതി മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. ഔ ജാഅ മഅഹു മലക്. അവിടെ നിർത്തിയ പിന്നെ എന്ത് ചെയ്യണം? ശേഷം നോക്കണ്ട, നിർത്തുന്നില്ല എങ്കിൽ മലക്കുൻ ഈ എന്ന് പറയേണ്ടി വരും. ശേഷമുള്ളത് ഹംസയാണ്, ഈ എന്നുള്ളതാണ്. ഇത് ആര് ചെയ്യണം? ഇനിയുള്ളത് ശബ്ദുള്ള നൂന് മീമ ഇതൊക്കെ എന്ത് ചെയ്യണം? മണിക്കണം എപ്പോഴും പറയുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക? ഒന്ന് മണിക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇന്നമ പോരാ, ഇന്നമ അൻത നദീർ, നദീറുൻ എന്നാണ്. നദീർ തർക്കീക്ക് ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വകീൽ. ഷൈഇൻ വകീൽ എന്നല്ല, ഷൈഇൻ വകീൽ എന്നല്ല. തൻവീൻ്റെ ശേഷം വാ വരുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, അത് ചിലപ്പോൾ ഇഖ്ഫ ആകാൻ സാധ്യതയുണ്ട്. വാവാണ് മണിക്കണത്. തൻവീനെ വാവിലേക്ക് കൊടുത്ത് വാവ് മണിക്കുക, അതാണ് ഇദ്ഗാമുൻ ബിഗുന്ന. അവിടെ യാ ആണെങ്കിൽ ഷൈഇയ്യ എന്നാ പറയണേ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വകീൽ. ഷൈഇൻ വകീൽ. ഇനി നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാം. فلعلك تارك بعض ما يوحى إليك وضائق به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل. أم يقولون نفتى وصل النمزيان نفتراه أي أم يقولون افتراه قل فأتوا بعشر سور مثله قل فأتوا بعشر سور مثله. تنوين مي وضع إدغام بغنى. سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين. أم يقولون افتراه قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين. فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله. അടുത്ത വാക്ക് നോക്കി, അവിടെ എന്താ നിയമം? എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. നൂനിന്റെ ശേഷം ഏതാ വന്ന അക്ഷരം? വ അൻ ല എന്നാണുള്ളത് അല്ലേ? വ അൻ ല. ഇവിടെ എങ്ങനെ ഓതുക? നൂനിന്റെ ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. ഒന്ന് വീഡിയോ സ്റ്റോപ്പാക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ എങ്ങനെ ഓതേണ്ടത്, എന്താണ് അവിടുത്തെ നിയമം? അറിയുമെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കുക, എന്താണ് അവിടുത്തെ നിയമം മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടെ നിയമം ഇന്നതാണ്, എന്നിട്ട് എന്ത് ചെയ്യുക? ഓതേണ്ട രൂപം ഇങ്ങനെയാണ്. ഒന്ന് ഓതി നോക്കുക, ശരി തന്നെയാണോ എന്ന് നോക്കുക. ചാർട്ടിലേക്ക് എന്ത് ചെയ്യുക? വേണമെങ്കിൽ ചാർട്ടിലേക്ക് നോക്കാം.
ചാർട്ടിലേക്ക് നോക്കിയിട്ട് ശരിയാണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. എന്താണ് അടുത്ത നിയമം? അവിടെ എങ്ങനെ ഓതേണ്ടത്? വ അല്ല എന്ന് തന്നെയല്ലേ ഓതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം. വ അല്ല എന്താ കാരണം? നൂനിന്റെ ശേഷം ലാമ് വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. എന്താണ് നിയമം? ഇദ്ഗാമും ബിലാ ഗുന്ന. ഇദ്ഗാം പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്. വ അല്ല വ അല്ല വ അല്ല ഇലാഹ ഇല്ലാഹു വ അല്ല വ അല്ല എന്ന് പറയരുത്. വ അല്ല ഇദ്ഗാമും ബിലാ ഗുന്നയാണ്, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. നൂനിനെ ലാമിലേക്ക് കൊടുത്തു, അതുകൊണ്ടാണ് ലാമിന് കട്ടി വന്നത്. അവിടെ ശബ്ദ വന്നില്ലേ, അതെന്തുകൊണ്ടാണ് ശബ്ദ വന്നത്? നൂന് കൊടുത്തുകൊണ്ടാണ്. വ അൻ ല എന്നേ പറയുള്ളൂ, പിന്നെ കട്ടിയില്ല. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ വ അല്ല, അവിടെ നീട്ടാനുണ്ട്, അത് വേറെയാണ്. വ അല്ല അവിടെ നീട്ടാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പറയാ, നീട്ടാനില്ലെങ്കിൽ വ അല്ല, നീട്ടാനുണ്ടായത് കൊണ്ട് അവിടെ വേറെ നീട്ടി മാത്രം. വ അല്ല ഇലാഹ ഇല്ലാഹു, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം എന്ന് പറഞ്ഞു. വാവിന് സുക്കൂൻ കൊടുത്തു. ഹുവ എന്നുള്ളത് വാവിന് സുക്കൂൻ കൊടുത്താൽ അതിന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള, തൊട്ട് മുമ്പ് ലൊമ്മാണ്. ലൊമ്മ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അത് വാവ് എന്തായി? ഫത്ത് കസറൊന്നുമില്ലെങ്കിൽ ഫത്ത് ഉണ്ടെങ്കിൽ ഹുവ എന്ന് വായിക്കും, ഫത്ത് കസറാണെങ്കിൽ ഹുവി എന്ന് വായിക്കും, ലൊമ്മാണെങ്കിൽ ഹുവു എന്ന് വായിക്കും. വായിക്കാൻ രൂപം പറഞ്ഞതാണ്. സുക്കൂനാണെങ്കിൽ പിന്നെ എന്തില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്തായി? ഹൂ നീട്ടാനായി. ഹു ഫഹൽ അൻതും മുസ്ലിമൂൻ. അവിടെ എന്താ നിയമം? എന്ത് ചെയ്യാ? ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ, പിന്നെ ചോദിക്കുന്ന അക്ഷരങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് നമ്മളെ വീഡിയോക്ക് താഴെ ഞാനിങ്ങനെ പിന്നെ വീഡിയോ എടുത്തു നോക്കൂല. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ പിന്നെ അത് ഈ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇഖ്ലാബ് എന്നുള്ളത് ചിലപ്പം തിരിയില്ല. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇന്ന ഭാഗം അല്ലെങ്കിൽ ഇത്രാമത്തെ ആയത്ത് അല്ലെങ്കിൽ അൻതും ഇംഗ്ലീഷിലെങ്കിലും ഒന്ന് തൽക്കാലം ഒന്ന് എഴുതിയിട്ട് ആ ഒരു വാക്ക് മാത്രം, അല്ലെങ്കിൽ നൂനിൻ്റെ ശേഷം താവ് വന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കാൻ. നൂനിൻ്റെ ശേഷം താവ് വന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതാം. നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം താവ് വന്നതുകൊണ്ട് അവിടെ ഇഖ്ലാബാണ്, അല്ലെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ്, അല്ലെങ്കിൽ ഇദ്ഗാമും ബിലാ ഗുന്നയാണ്, അല്ലെങ്കിൽ ഇഖ്ഫാ ആണ്, അല്ലെങ്കിൽ ഇദ്ഹാറാണ്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തിരിയും. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ അത് ശരിയല്ല, ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഒന്നും കൂടി സൗകര്യമാണ്. അല്ല മറ്റേതിപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കണം, ഏത് ഭാഗമാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. വീഡിയോ അങ്ങനെ പിന്നെ കാലങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമൊക്കെ നോക്കുമ്പോൾ അത് തിരിയില്ല. അപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തിരിയും. നൂനാകളഞ്ഞ തെൻവീനിൻ്റെ ശേഷമുള്ള അക്ഷരമാണ് നമുക്ക് കിട്ടേണ്ടത്. ശേഷമുള്ള അക്ഷരം ഏതാണ് എന്നാണ് നോക്കേണ്ടത്. ഫഹൽ അൻതും ഇവിടെ എന്താണെന്നുള്ളത് കമൻറ്റിലായിട്ട് അറിയിക്കുക. ഫഹൽ അൻതും മുസ്ലിമൂൻ. فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. 15-ാമത്തെ ആയത്ത് സൂറത്ത് ഹൂദ് അല്ലേ. من كان يريد الدل ഹംസത്തുൽ വസ്ൽ യുരീദുൽ ഹയാത, ഹയവാത്ത എന്ന് വായിക്കരുത്, ഹയാത്ത. വാവിൻ്റെ മുകളിൽ ഫത്ഹ് ഉണ്ടെങ്കിൽ ഹയവാത്ത എന്ന് വായിക്കുള്ളൂ. ഹയാത അൽ ഹയാത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. അപൂർവങ്ങളിൽ ചില
നിയമങ്ങൾ എതിരായിട്ട് വരാറുണ്ട്. ചില പദങ്ങളിലൊക്കെ നിയമങ്ങൾ എതിരായി വരാറുണ്ട്. അതിൽപ്പെട്ടതാണ് ദുനിയ. യുരീദുൽ ഹയാത ദുനിയ. നൂനിൻ്റെ ശേഷം സുക്കൂണിൻ്റെ നൂനിൻ്റെ ശേഷം യാവ് വന്നാൽ എന്ത് സാധാരണ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, ഇദ്ഗാം ബിഗുന്നയാണ്, മണിക്കുക, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അപ്പം ഇങ്ങനെ ഫിദ്ദുയ്യ എന്നാണ് പറയേണ്ടത്. പക്ഷേ ദുനിയ എന്ന പദം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അത് നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മളെപ്പോഴും പറയുന്നത് കൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ഏതാ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന അല്ലേ, അതൊന്ന് ഓർത്ത് വെക്കുക. നുവഫി ഇലൈഹിം من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة. ലാമിൻ്റെ ഇടയിലായതുകൊണ്ട് ആ വന്നു, പിന്നെ അതിന് ശേഷമാണ് അലിഫുള്ളത്. അപ്പം ആ എന്ന് വായിക്കണം. ഫിൽ ആഖിറതി ഇല്ലന്നാർ. ഇവിടെ നീട്ടാതിരിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. വഹബിത മാ സ്വനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. أفمن كان على بينة من ربه ഇവിടെ എന്താ നിയമം? നൂനിൻ്റെ ശേഷം റ വന്നാൽ എന്താണ് നിയമം എന്ന് അറിയിക്കുക. മിർ റബ്ബിഹി വയത്ലൂഹു ഷാഹിദും മിൻഹു വമിൻ ഖബ്ലിഹി കിതാബു മൂസാ ഇമാമൻ വറഹ്മതൻ എന്നാണുള്ളത്. ഹാത്ത എപ്പോഴും സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. മഹ് വറഹ്മ. أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده. ഫാന്നാർ എന്ന് വായിക്കരുത്, ഹംസത്തുൽ വസിലാണ്. പിന്നെ ലാമിന് എന്തില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഫന്നാറു മൗഇദുഹു ഫലാ തകു ഫീ മിർയത്തിൻ മിൻ. ഫീ മിർയത്തിൻ എന്ന് വായിക്കരുത്. റായിന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. ഫലാ തകു ഫീ മിർയത്തിൻ മിൻ ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون. അടുത്ത ومن أظلم ممن افترى على الله كذبا എന്നല്ല كذبا على الله كذبا നിർത്തുമ്പം അങ്ങനെയാണ്. അല്ലെങ്കിൽ كذبا أولئك يعرضون على ربهم തൻവീൻ ഫത്ഹിനെ നിർത്തുമ്പം على الله كذبا أولئك يعرضون على ربهم. അത് എവിടെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ? കെദിബൻ എന്നുള്ളിടത്ത് കെദിബ. ഹാത്ത ആണെങ്കിൽ അത് നോക്കണ്ട, ഹാത്ത എപ്പോഴും സുക്കൂനുള്ള ഹാ ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞല്ലോ.
അവിടെ പിന്നെ ഫത്തഹ കസറ ഒന്നും നോക്കണ്ട. أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين الذين يصدون എന്നാ വായിച്ചത്. എന്താ ഈന്ന് വായിച്ചുകൂടെ ഊന്ന് വായിച്ചുകൂടെ? എന്താ കാരണം? അലിഫും ലാമുമാണ് തുടക്കത്തിൽ വരുന്നതെങ്കിൽ അവിടെ മാത്രമേ എന്ന് ഹംസത്തുൽ വസ്ലിന്റെ അവിടെ വരികയുള്ളൂ. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ് വയബ്ഗൂനഹാ ഇവജ. നിർത്തിയാൽ ഇവജ, നിർത്തുന്നില്ല എങ്കിൽ പിന്നെ വരൂല. വയബ്ഗൂനഹാ ഇവജ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മീമിന്റെ നിയമം നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞതാണ്, വരുന്ന ക്ലാസ്സുകളിൽ പറയാം. الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون. ഇവിടെ നിർത്തിയപ്പോൾ നൂനെ സുക്കൂൻ ചെയ്തു. തൊട്ടുമുമ്പ് നീട്ടാനുണ്ട്. മദ് ആരിദ് വരുന്നു. കാഫിറൂൻ. أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء. അവിടെ മീമിന്റെ ചിഹ്നമുണ്ട്, മുകളിലാണ്. ഈ മീമ് നേരെ നിവർന്ന് നിൽക്കുന്ന ആ മീമ് അതെന്താണ്? അവിടെ നിർത്തുക എന്നുള്ളതാണ്. നിർത്തൽ ലാസിമാണ് അല്ലേ? ചില സ്ഥലങ്ങളിൽ നിർത്താൻ പാടില്ല. ലാ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നിർത്താൻ പാടില്ല എന്നർത്ഥം. ഇവിടെ നിർത്തൽ വാജിബാണ്, നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറയുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഖുർആനിൽ എന്തില്ല, നിർബന്ധമായിട്ടും നിർത്തുക എന്ന അർത്ഥത്തിലല്ല. അവിടെ നിർത്തലാണ് നല്ലത്. അവിടെ നിർത്തിയില്ലാച്ചപ്പോൾ നമ്മളെ ഖുർആൻ എപ്പോഴും പറയുന്നതാണ്, ഒരാൾക്ക് കഴിയുമെങ്കിൽ കഴിയൂല എന്ന് ഉറപ്പാണ്. തുടക്കം മുതൽ ഫാത്തിഹ മുതൽ അവസാനം വരെ ശ്വാസം വിടാതെ, എവിടെ നിർത്താതെ, സ്റ്റോപ്പ് ചെയ്യാതെ ഓതുന്നതിന് തടസ്സമില്ല. ആ രൂപത്തിലാണ് എന്ത് ഖുർആന്റെ ഘടന ഉള്ളത്. ഇല്ല, കണ്ടില്ലേ? കാഫിറൂന. അവിടെ നിർത്താൻ ശരിക്കും നിർത്തലാണെങ്കിൽ അവിടെ സുക്കൂൻ കൊടുത്താൽ മതിയല്ലോ. സുക്കൂന്റെ ചിഹ്നം കൊടുത്താൽ മതി. പക്ഷെ അവിടെ സുക്കൂന്റെ ചിഹ്നം അല്ല കൊടുത്തിട്ടുള്ളത്, ഫത്താണ് കൊടുത്തിട്ടുള്ളത്. എന്തിനുള്ള? നിർത്താതെ ഓതുകയാണെങ്കിൽ കാഫിറൂന ഉലൈക ലം യകൂനു അതിനുള്ളതാണ്. അപ്പൊ ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിർത്തലാണ് നല്ലത്. അപ്പൊ എന്ത് ചെയ്യാ? നിർത്താതെ ഓതിയാൽ അതിനും കുഴപ്പമൊന്നുമില്ല. يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء. من വ്യക്തമായി ശേഷമുള്ളത് ഹംസയായതുകൊണ്ടാണ്. يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون. ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസഹഫിലൊക്കെ എന്തുണ്ട്, അതിൻ്റെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഇളാറിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരിയാനൊക്കെ ഒരുപാട് അടയാളങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ ഏത് ഖുർആൻ എടുത്ത് ഓതിയാലും നമുക്ക് തെറ്റ് വരില്ല. അതിന് പഴയ പൊന്നാനി ആ ലിപിയിലുള്ള ഖുർആനിൽ പഴയ മുസാഫ് ഉണ്ടല്ലോ, ആ മുസാഫ് നോക്കിയിട്ട് ഓതിയാലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിൽ ഓതിയാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓതാൻ വളരെ എളുപ്പമാണ്.
ഇത് നമ്മൾ മാത്രമല്ല, നമ്മൾ മക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ സഹോദരിമാരൊക്കെ വീട്ടിൽ നിന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതെന്തോ ഒരു കടുകട്ടിയുള്ളൊരു സംഗതിയാണ് എന്ന രൂപത്തിൽ നമ്മളെന്ത് ഇങ്ങനെ ഓതേ എന്ന് പറഞ്ഞു കണ്ട് ഇങ്ങനെ ഓതിപ്പിച്ചാൽ കുട്ടികൾക്ക് കിട്ടൂല. അപ്പോൾ അത് സംഗതി അക്ഷരം തിരിയണം, അത് ഏതായാലും മസ്റ്റാണ്. അക്ഷരം തിരിയുന്ന കുട്ടികൾക്ക് വായിക്കാൻ കൂട്ടി വായിക്കാൻ അറബി കുട്ടി വായന പോലെയില്ല ഖുർആൻ്റെ കുട്ടി വായന, അത് പ്രത്യേകം മനസ്സിലാക്കുക. അറബി ഖുർആൻ വായിക്കുന്നത് പോലെ മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതിന് മൗലിദായാലും ഹദീസായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ നിയമങ്ങളൊക്കെ കുറേയൊക്കെ പാലിച്ചുകൊണ്ട് മറ്റുള്ള അറബി പുസ്തകമായാലും ഹദീസായാലും മൗലിദായാലും ഒക്കെ കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതുക, വായിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ, ഉലൈക ലം യകൂനു മുഅ്ജിസീന ഫിൽ അർളി വമാ കാന ലഹും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ. ഔലിയാ എന്ന് പറയുന്നത് ഹംസക്ക് സുക്കൂൻ കൊടുക്കുമ്പോൾ ഔലിയാ. യുളഅഫു ലഹുമുൽ അദാബ് മാ കാനൂ യസ്തതിഊന അസ്സമഅ വമാ കാനൂ യുബ്സിറൂൻ. أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون لا جرم أنهم في الآخرة هم الأخسرون أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون لا جرم أنهم في الآخرة هم الأخسرون إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون. خالدون لا خا ചില അക്ഷരങ്ങൾ അങ്ങനെയാണ്, വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ഖ സ്വാദ് അല്ലേ, സ്വാ ഖ പുള്ളിയുള്ള ഖ ഖാഫ് ഖ പുള്ളിയില്ലാത്ത കാഫ് വരെയാണ് ഖ ഖ ഖ ഖ ഖ ത ഖഉം തഉം ല ഖ ല ഖ വായ നിറഞ്ഞെങ്കിൽ വരണം. ഖ ഖ സ സ ഖ ത ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ഖ സ്വാദ് ളാദ് ഖൈന്, പിന്നെ ഖ ഖാഫ് ളാ ളാദും ലാഉം, അത് രണ്ടും. അപ്പം ഇങ്ങനെ 7 അക്ഷരങ്ങളാണ്. ഇസ്തിഅലാഇന്റെ അക്ഷരം എന്ന് പറയും, വായ നിറച്ചിങ്ങനെ പറയണം. ഖ ഖ വായ നിറഞ്ഞു വരുന്നില്ല എങ്കിൽ അത് ശരിയാവില്ല, വായ നിറച്ച് പറയാം. നേരെ വെച്ച് ഖ ഖ ഖ അത് താഴ്ന്ന് ഇങ്ങനെ പോകുന്ന രൂപത്തിൽ ഖ ഖ ഖ ഖ. വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون هم فيها خالدون مثل الفريقين كالأعمى مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون
مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون مثلا തൻവീൻ്റെ ശേഷം നിർത്തുന്നില്ല എങ്കിൽ എന്താണ് അവിടെ ആ എന്നാണുള്ളത്. അപ്പോൾ ഇൽഗാർ ചെയ്യണം. ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين അടുത്ത് എങ്ങനെ വായിക്കാം? വായിച്ചു നോക്കി. ശരിയല്ലേ? അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നി മണിക്ക എന്നിട്ട് നീട്ട ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം അല്ലാ തഅബുദു ഇല്ലല്ലാഹ് إني أخاف عليكم عذاب يوم أليم فقال الملأ الذين كفروا من قومه ما نرى ياك نرى അലിഫിന് പകരമായിട്ടാണ് ആ ചിഹ്നം വന്നിട്ടുള്ളത്. ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم അറാദി നാവിൻ്റെ തലഭാഗം അല്പം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ നാവിൻ്റെ രണ്ട് മേലെ പല്ലിൻ്റെയും താഴെ പല്ലിൻ്റെയും ഇടയിലായിട്ടില്ല നാവ് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? മേലെ മുൻപല്ലിൻ്റെ താഴെ ഭാഗത്ത് തട്ടിച്ച أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين ഇവിടെ മിൻ അവിടെ ഇഖ്ഫാ ചെയ്യണം. ശേഷമുള്ള ഫളിൻ തെൻവീനാണ്. തെൻവീലിന് ശേഷം ബാ വന്നു. എന്ത് ചെയ്യണം? തെൻവീനെ മാറ്റി മീമാക്കണം. മിൻ ഫളിൻ ബൽ നളുന്നു ശബ്ദമുള്ള നൂനാണ്, അതാ മണിക്കുന്നത്. നളുന്നുക്കും കാദിബീൻ. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين قال يا قوم أرأيتم إن كنت على بينة من ربي إن كنت على بينة من ربي قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയതിനൊക്കെ വിസിൽ സവാബിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹളറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മൈമൂന എന്ന് പറയുന്ന സഹോദരി, ആ ഉമ്മ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയ ജീവിതം അല്ലാഹു തആല റാഹത്തിലേക്ക് കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് അല്ലാഹു തആല റഹ്മാനെ റബ്ബേ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ പരിപൂർണമായിട്ട് നീ ശമനം നൽകണം റഹ്മാനെ. ശിഫ നൽകണം റഹ്മാനെ. ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير فلعلك تارك بعض ما يوحى إليك وضائق به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل أم يقولون افتراه قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم
ألا لعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون لا جرم أنهم في الآخرة هم الأخسرون إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم أليم فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم